ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പുതിയ റെസിപ്പി ബുക്ക് നോക്കി ഉണ്ടാക്കിയതാ. നിങ്ങളിത് കഴിച്ചിട്ട് വേണമെന്ന് പറഞ്ഞില്ലേ, ഞാൻ എന്റെ പേരങ്ങ് മാറ്റിയേക്കാം. ഇവള് വീണ്ടും വന്നോ? ഹായ് രുദ്ര. മറീന. ഹലോ മറീന, നീ എങ്ങനെയാ ഇവിടേക്ക് വന്നത്? രുദ്ര, നാളെ എന്റെ ബർത്ത്ഡേ ആണ്, നീ തീർച്ചയായിട്ടും വരണം. താഴെ ഇറങ്ങിയിട്ട് പറ. നീയോ ഞങ്ങൾ എല്ലാവരും? നിങ്ങൾ എല്ലാവരും സോറി, നിങ്ങൾ എല്ലാവരും വരണം. നിങ്ങൾ എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആണ്. വേറൊരു കാര്യം കൂടി, മുത്തശ്ശനെ വിളിക്കാൻ വേണ്ടി എന്റെ അച്ഛൻ വരുന്നുണ്ട്. അദ്ദേഹം സൺസെറ്റ് കറങ്ങിയിട്ട് ഇങ്ങോട്ട് വരും. ബൈ, സീ യു ടുമോറോ. ഓക്കേ, സീ യു. ഞങ്ങൾ തീർച്ചയായിട്ടും വരാം. കൊടുങ്കാറ്റ് പോലെ അവള് വരുന്നതും പോകുന്നതും അല്ല. ഏത് സമയത്ത് എവിടെയും പെട്ടെന്ന് അവള് വന്നുവെച്ചങ്ങ് പോവും. രുദ്രയുടെ മടിയിൽ മാത്രമേ വീഴത്തുള്ളൂ. ഓഹോ, അവളോട് നിനക്ക് അസൂയാണല്ലേ? റംഗീല, മറക്കാതെ എല്ലാ ചെടികൾക്കും വെള്ളം ഒഴിക്കണം കേട്ടോ. നല്ല ആഹാരവും വെള്ളവും എല്ലാ ജീവരാശികൾക്കും ആവശ്യമാണ്. ഹലോ ജയസിംഗ് ചൗഹാൻ. പേടിക്കണ്ട, ഞാൻ രുദ്രയുടെ കൂട്ടുകാരി മറീനയുടെ അച്ഛനാണ്. അത് ശരി. രുദ്ര ഓൾറെഡി നിങ്ങളെ കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു. നൈസ് ടു മീറ്റ് യു. ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ വന്നിരിക്കുകയാണ്. സർപ്രൈസ്? എന്ത് സർപ്രൈസ്? സീകോണ്ട. ജയസിംഗ് ചൗഹാൻ, നിങ്ങൾ ലോകത്തിലും വെച്ച് ഏറ്റവും വലിയ മജീഷ്യനാണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നും മാജിക് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഞാൻ ടോട്ടൽ സമുദ്ര ലോകത്തെയും ഭരിക്കേണ്ടതല്ലേ. ശ്രീകോണ്ട, അയാൾ അറസ്റ്റ് ചെയ്ത് മർമൈഡ് പാലസിലേക്ക് കൊണ്ടുപോകും. ഇനി നിങ്ങൾ ജയിലിലായിരിക്കും. ചേടാ, ഇത് വല്ലാത്ത പ്രശ്നമായല്ലോ. ഇതെന്താ, കിണറോ മറ്റാണോ? രുദ്ര, മെർമെയ്ഡ് കോണ്ട ഇവിടെ വന്നിരുന്നു. അല്ലല്ല, സീ കോണ്ടയും മെർമെയ്ഡ് കിങ്ങും മുത്തശ്ശനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിരിക്കുക. മുത്തശ്ശനെ രക്ഷിക്കാൻ നമ്മളിപ്പോ മെർമെയ്ഡ് ലൈനിലേക്ക് പോയേ പറ്റൂ. ഇവിടെ ഒരുപാട് മെർമെയ്ഡ്സ് ഉണ്ടല്ലോ. ചേടാ, ഇത് വല്ലാത്ത പ്രശ്നമായല്ലോ. നമ്മൾ ഇങ്ങോട്ട് വന്നത് അവർക്ക് ആർക്കും ഇഷ്ടമായില്ലെന്നാ തോന്നുന്നത്. ഞങ്ങൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തായിരിക്കുന്നു രുദ്ര. എല്ലാരും രുദ്ര പിടിക്ക. ഞാനിപ്പോ ഫൈറ്റിംഗ് മോഡിലല്ല. എന്നെ മുത്തശ്ശന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോ.
ചേടാ ഇത് വല്ലാത്ത പ്രശ്നമായല്ലോ. അവരെല്ലാവരും ഓടി പോവുക. ഫോളോ ചെയ്യൂ. അപ്പൊ നമുക്ക് മുത്തശ്ശനുള്ള സ്ഥലത്തേക്ക് ചെല്ലാം. രുദ്ര, നീ നേരത്തെ എത്തിയല്ലോ. ബർത്ത്ഡേ നാളെയാണ്. രുദ്ര, വെൽക്കം രുദ്ര. വരൂ മോനെ, നീ മുൻകൂട്ടി വന്നത് നന്നായി. വരൂ കുട്ടികൾ, നിങ്ങൾ എല്ലാവരും ചേർന്ന് പാലസ് ഡെക്കറേറ്റ് ചെയ്യൂ. സോറി ക്വീൻ, ഞാൻ ഇവിടെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി വന്നതല്ല. എന്റെ മുത്തശ്ശൻ എവിടെയാണ്? നിന്റെ മുത്തശ്ശനോ? പക്ഷെ അദ്ദേഹം ഇതുവരെ വന്നിട്ടില്ലല്ലോ. മരിന, നിന്റെ അച്ഛൻ ഏതോ സീക്കോണ്ടയുടെ സഹായത്തോടെ മുത്തശ്ശനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ആ രുദ്ര, നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മറീനയുടെ അച്ഛൻ നിന്റെ മുത്തശ്ശനെ എന്തിനാ പിടിക്കുന്നത്? മാജിക് പഠിക്കാൻ വേണ്ടിട്ട് തന്നെയാ. അദ്ദേഹം ഈ സമുദ്രലോകം മൊത്തം ഭരിക്കാൻ ആഗ്രഹിക്കുന്നു. സംഭവിച്ചതെല്ലാം ഞാൻ എന്റെ കണ്ണോട് കണ്ടതാ. സംസാരിച്ചത് കേൾക്കുകയും ചെയ്തു. രുദ്ര, വേഗം എന്റെ കൂടെ വാ. നിന്നെ രാജാവ് വിളിച്ചിരിക്കുകയാണ്. മറീനയുടെ അച്ഛൻ എവിടെയാണ്? വരൂ, എനിക്കും അദ്ദേഹത്തെ ഒന്ന് കാണണം. എന്നോട് ക്ഷമിക്കണം യുവർ മജസ്റ്റി, നിങ്ങൾ മെറീനയും എന്റെ കൂടെ വരാൻ പറ്റില്ല. കിങ് രുദ്രയെ മാത്രം തനിച്ച് വിളിച്ചിരിക്കുകയാണ്. എന്നാ ശരി, നിങ്ങൾ എല്ലാരും ഇവിടെ തന്നെ നിൽക്കൂ, ഞാൻ പോയി നോക്കാം. രുദ്ര, മുത്തശ്ശ, എന്റെ മുത്തശ്ശനെ വിട്ടേക്ക്. ഇവിടെ ഞാൻ വിചാരിച്ചത് മാത്രമേ നടക്കൂ. നിങ്ങൾ എല്ലാവരും വലിയ മജീഷ്യൻസ് ആണ്. പക്ഷേ ഒരല്പം മാജിക് എല്ലാം എനിക്കും അറിയാം. ഇപ്പോൾ ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. നീ നിന്റെ മുത്തശ്ശനെ രക്ഷിക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ കൂടുതൽ അഭ്യാസമൊന്നും കാണിക്കാതെ ആ ട്രാൻസ്പെറന്റ് ചേംബറിലേക്ക് ചെല്ല്. വേണ്ട രുദ്ര, നിക്ക്. ആ ചേംബറിനകത്തേക്ക് കയറരുത്. നീ പോയില്ലെങ്കിൽ രുദ്ര, അപ്പോൾ നിന്റെ മുത്തച്ഛനെ അവസാനമായിട്ടൊന്ന് നോക്കിക്കോ. വേണ്ട, മുത്തശ്ശനെ ഒന്നും ചെയ്യരുത്. ഞാൻ ചാമ്പന്റെ അകത്ത് പൊക്കോളാം. പക്ഷെ ആദ്യം മുത്തശ്ശനെ വിട്ടേക്ക്. ഞാൻ നിനക്ക് വാക്കു തരുന്നു. നിന്റെ കാല ചേംബറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സീകോണ്ട നിന്റെ മുത്തച്ഛനെ വിട്ടയക്കും. മെർമെയ്ഡ് കിങ് പറഞ്ഞ വാക്കെപ്പോഴും പാലിക്കുന്നതാണ്. വേണ്ട രുദ്ര, അവൻ പറയുന്നത് നീ വിശ്വസിക്കരുത്. എന്റെ പൊന്നുമോനെ, നിക്ക്. ചെല്ല് രുദ്ര, ചെല്ല്. സമയം വളരെ കുറവാണ്. സീകോണ്ട ഭയങ്കര വിശപ്പിലാണ്. കിങ്, ഞാൻ അകത്തെത്തി കഴിഞ്ഞു. നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്ക്. മുത്തശ്ശനെ വിട്ടേക്ക്. ഹലോ രുദ്ര, ഇപ്പൊ നീ എന്റെ പിടിയിൽ ശരിക്കും കുടുങ്ങിപ്പോയില്ലേ? ഞാനാണ് മാജിക്, ഞാനാണ് മായാജാലം. എന്നെ കണ്ട് പേടിക്ക, ഞാനാണ് ഷക്കാർ. ഷക്കാർ? അതെ, ഞാൻ തന്നെയാണ് ഷക്കാർ. ഷക്കാർ, നീയോ? നീ എങ്ങനെ ഇവിടെ എത്തിയത്? എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി. മർമെയ്ഡ് കിങ് സൺ സിറ്റിയിൽ ചുറ്റിക്കറങ്ങുകയാണെന്ന്. പിന്നെ ജയ്സിംഗ് ചൗഹാനെ ഇൻവൈറ്റ് ചെയ്യാൻ വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എപ്പോഴും പോലെ തന്നെ ഈ കിട്ടിയ ചാൻസ് ഞാൻ അങ്ങ് യൂസ് ചെയ്തു. ഞാൻ ഇയാളെ കണ്ടു, എന്നിട്ട് പറഞ്ഞു, ഞാൻ ജയ്സിംഗ് ചൗഹാൻ, ഞാൻ ഇനിയിപ്പൊ ഞാൻ പറയുന്നതെല്ലാം നീ ചെയ്യണം. എല്ലാം നീ ചെയ്യണം. ഞാനിപ്പോൾ നിന്നെ ഹിപ്നോട്ടൈസ് ചെയ്തിരിക്കുകയാണ്. സൂക്ഷിച്ചു കേൾക്ക്. നീ എന്താണ് ചെയ്യേണ്ടതെന്ന്. ആ ജയ്സിംഗ് ചൗഹാനെ അറസ്റ്റ് ചെയ്യണം. അതെ, ഞാൻ അറസ്റ്റ് ചെയ്യണം.
രുദ്ര, ഈ തവണ നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നീ എന്ത് മാജിക് ചെയ്താലും അത് നിന്നിലേക്ക് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. കിങ്ങിനെ ഷാക്ക ഹിപ്നോട്ടൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അദ്ദേഹം ഷാക്കാൾ പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ. വരൂ, നമുക്ക് രുദ്രയെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴി കണ്ടെത്തണം. നമ്മുടെ രാജഭടന്മാരെ ഇങ്ങോട്ട് വിളിക്കാം. കൂട്ടുകാരെ, എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ക്വീൻ, നിങ്ങളും മറീനയും ചേർന്ന് മറ്റുള്ളവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരൂ. അതിനിടയ്ക്ക് ഞാൻ ഇവർക്ക് എല്ലാ പ്രോബ്ലംസും പറഞ്ഞ് മനസ്സിലാക്കാം. താങ്ക് യു രംഗീല. കൂട്ടുകാരെ, നിങ്ങളുടെ രാജാവ് അപകടത്തിലാണ്. അദ്ദേഹത്തെ ഷാക്കാൽ എന്നൊരു മോശമായ മനുഷ്യൻ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വേഗം ചെന്ന് രാജാവിനെ രക്ഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവാ. എങ്കിലേ നമുക്ക് ഷാക്കാലിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാനാവൂ. നിങ്ങൾ എന്തായി ആലോചിച്ച് നിൽക്കുന്നത്? നിങ്ങൾ എല്ലാവരും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. നിങ്ങളുടെ രാജാവിനെ നിങ്ങൾ രക്ഷിച്ചേ പറ്റൂ. പറയേ, നിങ്ങൾ എന്നെ സഹായിക്കില്ലേ? പറയൂ, എന്റെ കൂടെ അല്ലേ നിങ്ങള്? കിങ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് എതിരായി ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ തീർക്കാൻ വേണ്ടി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ല കാര്യം ചെയ്യാന്ന് വിചാരിച്ചതാ, പക്ഷെ എല്ലാം തലകീഴായി പോയി. എനിക്ക് മാത്രം എന്താ എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്? ഇന്നത്തെ ദിവസം പോക്കാണെന്ന് തോന്നേ. കളി തമാശ മതിയാക്ക്. ഇവന്മാരെ ഞാൻ എടുത്തിട്ട് പെരുമാറാം. അത്തർ മന്തർ കാലിക്കലന്തർ ഫ്ലവർ വാഷ് പുഷ്ടീനോ. മൈര, വരുൺ, നിങ്ങൾ രണ്ടുപേരും ചെന്ന് ക്യൂവിനെ മറീനെ പോയി കാണ്. ഇവരെയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഈ കണ്ണാടി ട്രാൻസ്പെറന്റ് ആണെങ്കിൽ എന്റെ മാജിക് തീർച്ചയായിട്ടും ഇവിടെ വർക്ക്ഔട്ട് ആവും. പക്ഷെ എന്റെ ഇമേജ് കാണുന്നതുകൊണ്ടാണ് അതെല്ലാം ഉൾട്ടയാവുന്നത്. ഇതിന് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവുമല്ലോ. ഷക്കാൾ, ഞാൻ നിന്റെ കൂടെ ഒരു ഡീലിംഗ് വെക്കാൻ ആഗ്രഹിക്കുന്നു. ഡീലിങ്ങോ? അതും നീയോ? ഞാനെന്താ ഒരു മണ്ടനാണെന്ന് വിചാരിച്ചോ രുദ്ര? ഇത്രയും ഷാക്കാലിനെ കണ്ടിട്ട് പേടിച്ച് വിരണ്ടു പോകണ്ട കേട്ടോ. ഇത് വെറും സേഫ്റ്റി പ്രിക്കോഷൻസ് മാത്രമാണ്. നിനക്കൊരിക്കലും കണ്ടെത്താൻ പറ്റില്ല ശരിക്കുള്ള ഞാൻ ആരാണെന്ന്. പറയ, നിനക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ പറയാൻ ആഗ്രഹിച്ചത് രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുതെന്നാണ്. റൂഫ് ബ്രേക്കോ. ഞാനിപ്പോ ഫൈറ്റിംഗ് മൂഡിലല്ല. മമഡ് കിങ്, നീ ചെല്ല്. എന്റെ പവേഴ്സ് നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നീ ചെല്ല്.
കിങ്, നിർത്തോ. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? അവൻ രുദ്രയാണ്. അറ്റാക്ക് ചെയ്യാ. മാറി നിൽക്ക്. ആ, ആ. കുഴപ്പമൊന്നുമില്ലല്ലോ. സീകോണ്ട, നീയും വാ, എന്നെ ഹെൽപ്പ് ചെയ്യേ. ഇപ്പൊ ഈ ഫൈറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അകീറ, സകീറ, ബസൂക്ക, ഗോ! രുദ്രയെ പിടിച്ചു കെട്ട്. രുദ്ര, തിരിഞ്ഞു നോക്ക്. И баска, бум, чик-чик, бум! മുത്തശ്ശ എഴുന്നേൽക്കൂ. രുദ്ര, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അതെ മുത്തശ്ശ, മർമർ കിങ്ങിനെ നമ്മൾ പഴയ പോലെ മാറ്റണം. രുദ്ര, അല്ല രുദ്ര, നീ എപ്പോഴാ വന്ന്? ഞാനിവിടെ എന്താ ചെയ്യുന്നത്? അതൊരു വലിയ കഥയാണ്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആദ്യം ഈ ഷക്കാലിന്റെ കഥ അവസാനിപ്പിക്കാം. അല്ല, അത് എനിക്ക് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മ വരികയാണ്. നമുക്ക് പിന്നെ കാണാമേ. ഷാക്കാൽ ഇവിടെ എന്തെടുക്കായിരുന്നു? അറിഞ്ഞോ അറിയാതെയോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. അതൊന്നും ഒരു പ്രശ്നമല്ലെന്നേ. തെറ്റ് ചെയ്തത് നിങ്ങളല്ല, ഷാക്കാലാണ്. ഇവരെ ഒന്ന് തടഞ്ഞു നിർത്ത രുദ്ര. ഇവർക്ക് ആഹാരം കൊടുത്തു കൊടുത്ത് ഞാൻ തളർന്നു പോയി. ഇവരാണെങ്കിൽ നിർത്താതെ തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്ലേറ്റ് കാലിയായി, ഇനി ഒരു പ്ലേറ്റ് താ. ഇപ്പൊ കൊണ്ടുവരാം. എന്നാ പിടിച്ചോ. ഇന്നാ നീയും പിടിച്ചോ. ഇന്നാ പിടിച്ചോ. ഇന്നാ പിടിച്ചോ. ഇന്നാ പിടിച്ചോ. ഇന്നാ പിടിച്ചോ. മതി, നിർത്ത്. എല്ലാവരും ചെന്ന് അവരവരുടെ ജോലി ചെയ്ത് തീർക്കാൻ നോക്ക്. ഇവിടുന്ന് ചെല്ല്. പോകാം.
ഹാപ്പി ബർത്ത്ഡേ മറീന.